ഇപ്പോൾ ചേട്ടൻ ഒരുപാട് പേരുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ചേട്ടൻ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ചേട്ടൻ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യുന്നത്, വൈഫ് അല്ലാതെ? ഞാൻ എന്റെ രഹസ്യങ്ങൾ എല്ലാം ഞാൻ ആരോടും പറയാറില്ല. എനിക്ക് അങ്ങനെ എനിക്കൊരു വൈഫിനോട് ഇല്ല, ഞാൻ ഒരാളോടും അല്ല പറയാറേ ഇല്ല. ഇപ്പൊ സാറിനാണെങ്കിലും വൈഫിനാണെങ്കിലും ദശാസന്ധി ഉണ്ടാവും. അപ്പൊ വൈഫിനോട് പറയാറുണ്ടോ? നിങ്ങളെ ചതിക്കുകയാണല്ലേ. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ദശാസന്ധി കുറച്ച് എടുക്കാം. ഇപ്പൊ ചേട്ടൻ ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നത്? അല്ല, എനിക്ക് എന്ത് ഒരു ഉദാഹരണം പറ. അതല്ല, ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളായിരിക്കും നമുക്ക് ചിലപ്പോൾ അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റാത്തത്. നമ്മൾ ഇമോഷന്റെ ടൈമിലായിരിക്കും ആ സമയത്ത്. അപ്പൊ ചേട്ടൻ ആരെയായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്? ചേട്ടൻ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാറില്ല? അങ്ങനെ ഒരു ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരാളല്ല. പിന്നെ ഞാൻ നിങ്ങളോട് സത്യം പറയാം, എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും സത്യത്തിലില്ല. സാമ്പത്തിക പ്രശ്നമാണ് എന്റെ ആകാരം കൊണ്ട്. അത് സത്യമായിട്ടില്ല. എനിക്ക് പലതരത്തിലെടുത്ത അങ്ങനെ ഒന്നാമത് ഞാൻ പ്രശ്നങ്ങളിലേക്ക് ഒന്നും പോകത്തില്ല. പിന്നെ ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തലയിടുമ്പോഴാണ്. ഫിനാൻഷ്യൽ ഇടപാടുകൾ നടത്താറില്ല, ആരുമായിട്ടും കടവും മേടിക്കാറില്ല, കൊടുക്കാറുമില്ല. പിന്നെ ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് അങ്ങനെ ഞാൻ വലുതായിട്ട് പോകാറില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു അതൊരു കോൺട്രഡിക്ഷൻ അല്ലേ? പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ലേ? ഈ ദശാസന്ധി പറഞ്ഞ പോലെ എല്ലാവർക്കും ഓരോ സമയം ഉണ്ടാവും. ശനിദശ, കേതുർദശ, വ്യാഴം, അങ്ങനെയൊക്കെ. അപ്പൊ വൈഫിന്റെ സമയം ശരിയല്ല എന്ന് നിങ്ങൾക്ക് ഗണിച്ച് തോന്നുമ്പോ വൈഫിനോട് പറഞ്ഞ് കുറച്ച് അടങ്ങണം കേട്ടോ, ഇനി ദശാസന്ധിയാണ് ശനിദശയാണെന്ന് പറയാൻ സാധിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കിപ്പോ ഏഴരശനിയാണ്. ഞാൻ ആദ്യം ഒരു കഥ പറഞ്ഞില്ലേ, മറ്റേ ഒരു ജോൽസിനെ മയക്കേ കിടത്തി. ശരിക്കും എനിക്കിപ്പോ അപവാദം കേൾക്കേണ്ട സമയം. അപ്പം ഓട്ടോമാറ്റിക്കലി അതങ്ങനെ സംഭവിച്ചു പോയി എന്ന് ചിന്തിക്കാം. പിന്നെ ഏഴരശനി സമയത്താണ് ഏറ്റവും കൂടുതൽ പൈസ കയ്യിൽ നിന്ന് ചെലവാകുന്നത്. ഞാൻ ആ സമയത്ത് വീട് പണി അങ്ങ് തുടങ്ങി. അപ്പം പൈസ പോയിന്നാവും, നമുക്കൊരു വീടായി, പാല് കാച്ചി. അതാ എനിക്കങ്ങനെ ഞാൻ എടുത്തു പറയാൻ എനിക്കൊരു വലിയ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ എനിക്ക് അങ്ങനെ ഒന്നും സംഭവിക്കില്ലേ. വീട് പണി ദോഷ സമയത്താണ് നടക്കുന്നത്. കല്യാണം സമാധാനം പൊതുവെ അങ്ങനെയാണ് ചേട്ടാ. പിന്നെ ഒരു കാര്യം, ഈ ഇപ്പൊ ചേട്ടന്റെ 3 മതത്തിൽപ്പെട്ട ആളുകളും കാണാൻ വരുമല്ലോ. ഇവര് 3 പേരുടെ പ്രത്യേകത എന്താ? ഇപ്പൊ ക്രിസ്ത്യാനികൾ വരുമ്പോൾ, മുസ്ലിംസ് വരുമ്പോൾ, ഹിന്ദുക്കൾ വരുമ്പോൾ ചേട്ടൻ എന്താ ഫീൽ ചെയ്തിട്ടുള്ളത്? ടെൻഷനാണ് എല്ലാവരുടെയും ഒരു മുഖ്യമായിട്ടുള്ള ഒരു. ഇവരെ കൺവേ ചെയ്യാൻ വേണ്ടി ആരെ എളുപ്പം ശരിക്കും, ഹിന്ദുക്കളെയാണോ അതും മറ്റു മതസ്ഥരെയാണോ? അല്ല, കൺവേ ചെയ്യാൻ പാട് ഹിന്ദുക്കളെ. കാരണം ഇവര് 100 പേരോട് ചോദിച്ചിട്ടാണ്, 100 പേരോട് പറഞ്ഞിട്ട് ഇവര് എന്റെ അടുത്ത് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റിലാ. എല്ലാവരുടെയും കയ്യിൽ നിന്ന് ടെൻഷനൊക്കെ കിട്ടിയിട്ട് അവസാനം ഇത് എന്ത് ചെയ്യണം എന്ന് ചോദിക്കാനാണ്, ലാസ്റ്റ് മൊമെന്റിലാണ് മിക്കവാറും എന്റെ അടുത്ത് വരുന്നത്. മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം അവർക്ക് ഇതേപറ്റി പറഞ്ഞ നെഗറ്റീവ് കാര്യങ്ങളെ പറ്റി വലിയൊരു സംഭവം ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ചും കൂടെ എളുപ്പം. പക്ഷെ എല്ലാവരും വരും കേട്ടോ, എല്ലാവർക്കും ഒരു വിശ്വാസം. ഭയങ്കരമായിട്ട് ഞാൻ കേൾക്കും. പിന്നെ ഭയങ്കര ദേഷ്യം വന്നാലും ഞാൻ ചിലരുടെ ചോദ്യം നമ്മളെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആക്കും. പക്ഷെ അവരുടെ ഉള്ളിലുള്ളൊരു ഫ്രസ്ട്രേഷനാണ് അവര്. പിന്നെ അവർ ആരോട് ചോദിക്കാൻ പറ്റും, നമ്മളോടല്ലാതെ. പിന്നെ ഞാൻ പറയില്ല, ചില സൊല്യൂഷൻസ് ഉണ്ട്. നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഒരു കുട്ടി അത് പിന്നെ അതൊരു പയ്യനായിട്ട് പ്രേമമായിരുന്നു. അപ്പോൾ ഈ അച്ഛൻ വളരെ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്ന ഒരു കുട്ടിയാണ്. അങ്ങനെ അച്ഛൻ പിന്നെ ഗൾഫിൽ കിടന്നിട്ട് കഷ്ടപ്പെട്ടൊരു വീടൊക്കെ വെച്ചു. അപ്പോൾ ഈ വീട്ടുകാർ മറ്റു ബന്ധുക്കളെല്ലാം അകറ്റി, ഞാൻ മോള്, അങ്ങനത്തെ ഒരു ചില ആളുകളുണ്ടല്ലോ, അങ്ങനെ കൊണ്ടുവന്ന് ഒരു പ്രാവശ്യം അച്ഛൻ നാട്ടിൽ വന്നപ്പം ആരോ പറഞ്ഞു കൊടുത്തു ഈ കുട്ടിക്കൊരു പ്രണയമുണ്ടെന്ന് പറഞ്ഞു. ഡിഗ്രിക്ക് എന്തോ പഠിക്കുന്ന കുട്ടി. അപ്പോൾ അച്ഛൻ അന്വേഷിച്ചപ്പോൾ ഒരു നല്ലൊരു സ്വഭാവമുള്ള പയ്യനല്ല, ഒരു മോശം ക്യാരക്ടറുള്ള ആളാണ്. അപ്പോൾ അച്ഛൻ വന്നിട്ട് പറഞ്ഞു മോളെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൾ സമ്മതിച്ചു, നീ ഇനി പോകരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഈവൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവൻ വീട്ടിൽ കയറി വന്നു. വീട്ടിൽ കയറി വന്നിട്ട് ഇവൻ പറഞ്ഞു പിന്നെ അവളെ ഇറക്കി വിട് എന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ ഇറങ്ങി പോടാന്നൊക്കെ പറഞ്ഞു. ആരെയും വിളിക്കാനില്ല, എല്ലാവരെയും അകറ്റി നിർത്തിയോണ്ട് പുള്ളിക്ക് ആരോടും ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ പുള്ളി ഇങ്ങനെ വിഷമിച്ച് നിന്നിട്ട് പിന്നെ ഇവനപ്പം പറഞ്ഞു അവളുടെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു. ആ രാത്രി ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. കാരണം അത്ര പേടിച്ചു പോയത്. എന്നിട്ട് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഈ അമ്മയും മകളും കൂടെ എന്നെ കാണാൻ വന്നു. അപ്പോൾ ഈ അമ്മ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു മോളെ എന്തായാലും അച്ഛൻ മരിച്ചു, മോള് പഠിക്കണം, നല്ല ജോലി കിട്ടണം, എന്നിട്ട് നല്ല കല്യാണം നടത്തണമെന്ന്. അപ്പോൾ അവളോട് പറയാം അച്ഛൻ മരിച്ചു ഞാൻ ആ ചേട്ടനെ കെട്ടത്തുള്ളൂ. അതായത് സ്വന്തം അപ്പൻ്റെ മരണത്തിന് ഉത്തരവാദിയായ ആളെ മനസ്സിലായി. ഇന്നത്തെ കുട്ടികളുടെ ഒരു രീതി ഞാൻ പറയാം. അപ്പോൾ ഈ അമ്മ കരയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു സാറല്ല മോളെ, അമ്മക്ക് അങ്ങനെ ഇഷ്ടമാണെങ്കിൽ മോള് അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് സമയം എടുത്ത് നമുക്ക് പൊരുത്തം നോക്കാം. അപ്പോഴത്തേക്ക് ഇവിടെ പെട്ടെന്ന് ഇവർക്ക് സന്തോഷമായി. അപ്പം ഈ അമ്മ കരയാൻ തുടങ്ങി. ഞാൻ മിണ്ടാണ്, ഞാൻ നോക്കിക്കോളാം. ഡേറ്റ് ഓഫ് ബർത്ത് സമയം തന്നപ്പോൾ ഞാൻ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു മോളെ ഇത് വൈദവ്യമർത്ഥന ശംജ സ്ഥാനഭ്രംശം സുദക്ഷയം നിധനം എന്ന് പറഞ്ഞൊരു പദ്യമുണ്ട്. വൈദവ്യം പോലും സംഭവിക്കാം, പക്ഷെ സാരമില്ല മോള് പേടിക്കേണ്ട, പരിഹാരമുണ്ട്. ഞാനൊരു മന്ത്രം എഴുതി തരാം. ആ മന്ത്രം മോള് 41 ദിവസം ചൊല്ലണം. ചൊല്ലുമ്പോൾ മനസ്സ്, വാക്ക്, പ്രവൃത്തി, ഭക്ഷണം എല്ലാം ശുദ്ധമായിരിക്കണം. ഇത് ആരോടും ഷെയർ ചെയ്താൽ ഭരിക്കത്തില്ല. അതാണ് വിശ്വാസത്തിന്റെ ഒരു ശക്തി പറയുക. അങ്ങനെ പറഞ്ഞു. ഈ കുട്ടി പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞ് മേടിച്ചോണ്ട് പോയി. ഈ കുട്ടി ഇവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പറഞ്ഞാൽ ഫലം പോലും. ഒരു 30 ദിവസം കഴിഞ്ഞപ്പോൾ വേറെ പെണ്ണെ അടിച്ചു. ഇവരിപ്പോ കല്യാണം കഴിച്ച് സുഖമായിട്ട് താമസിക്കുന്നുണ്ട്.
ഇപ്പോഴും മന്ത്രം ഏതാ ചോദിച്ചാൽ ഇത് ഒരു വിശ്വാസിയെ നമുക്ക് ഇങ്ങനെ ഡീൽ ചെയ്യാം, കറക്റ്റ്. പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം. എനിക്കറിയാവുന്ന ഒരു ഫാമിലി, ഹിന്ദുക്കളല്ല, അവിടെ ഒരു പയ്യൻ, അവൻ ഈ ബൈക്കൊക്കെ എടുക്കുന്നത് 60 എടുക്കുന്ന ഒരു ദിനം. അപ്പോൾ ഇവന് ബൈക്കില്ല, കൂട്ടുകാരുടെ ബൈക്കാണ്. അപ്പോൾ വീട്ടിൽ കിടന്ന് വലിയ ബഹളം, ബൈക്ക് എടുത്ത് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനോട് ബഹളം വെച്ചു. അപ്പം പറഞ്ഞു എന്നാൽ പിന്നെ എടുക്ക്. അപ്പോൾ അവൻ അമ്മ പറഞ്ഞൊരു കാര്യം ചെയ്യും, നീ എന്തായാലും എടുക്കല്ലേ, എന്തായാലും കഷ്ടമാണ്, നീ പോയി ഹരിഹരൻ്റെ അടുത്ത് പോയിന്ന് സമയം നോക്കിയിട്ട് സമയം മുഹൂർത്തം എടുത്തുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ മുഹൂർത്തമൊക്കെ എടുത്ത് കൊടുത്ത് വിട്ടു. വൈകിട്ടായപ്പോൾ ഇവൻ്റെ മമ്മി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഹരി അവനോട് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചു. തമ്മിലില്ല, ഞാൻ സമയം എടുത്ത് കൊടുത്തു, വേറെ എന്തെങ്കിലും പറഞ്ഞു. ഞാനിപ്പോൾ കണ്ടകശനി, ഞാൻ 1.5 വർഷത്തേക്ക് ശ്രദ്ധിച്ചോണം, വാഹനാപകടവും മരണമൊക്കെ ഉണ്ടാവാം, അതുകൊണ്ട് ശ്രദ്ധിച്ചോണം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു 1.5 വർഷം കഴിഞ്ഞ് ബൈക്ക്. ഇത് വേറെ ആര് പറഞ്ഞാലും അവൻ കേൾക്കത്തില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.